ഇപ്പം എന്തായി ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം എങ്ങനെയുണ്ട്? ഞങ്ങൾ വന്നു, ഞങ്ങളെ പ്രിൻസ് പുഷ്പം പോലെ എന്താ ഒന്നാം സ്ഥാനത്തെത്തി. ക്യാപ്റ്റൻ അല്ലേ? ക്യാപ്റ്റന്റെ തന്ത്രങ്ങളാണ്. ആ ബട്ട്ലർ ഉള്ളതുകൊണ്ട് ജയിച്ചു പോണു. കളിക്കാരനല്ലേ? അല്ല, നിങ്ങളെ ക്യാപ്റ്റൻ തന്ത്രം കൊണ്ട് ഞങ്ങൾ 200-ന്റെ മേലെ അടിച്ചത്. ഞങ്ങൾ എല്ലാ ബാറ്റർമാരും പോറലാണ് പിന്നെ 20 അടിച്ചാത്ത ഒരാൾ, അതും 9 ഗോളിൽ 18. ബാക്കി എല്ലാവരും 20-ന്റെ മേലെ 30-ഒക്കെയാണ് പ്രധാന ബാറ്റർമാരൊക്കെ. എന്നിട്ട് നിങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ മാത്രമല്ലേ റൺഔട്ട് ആയതുകൊണ്ടല്ലേ? ബട്ട്ലർ ഉള്ളതുകൊണ്ട് ജയിച്ച്. അതിന്റെ അപ്പുറത്തേക്ക് അടിച്ചതും റുദർഫോർഡ് അടിച്ചതും വല്ലാത്ത അടിയായി പോയി. ഹാർദിക് പാണ്ഡ്യക്ക് പഠിക്കാന്നാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞത്. ബട്ട്ലറിന്റെ സെഞ്ചുറി ഇല്ലാതാക്കാൻ ടീമിന് പ്രാധാന്യം കൊടുത്താണ്. എന്നിട്ട് പിന്നെ പറയണേ, ബട്ട്ലർ എന്നോട് പറഞ്ഞിരിക്കണേ കളി ജയിപ്പിച്ചാ മതി. വേറെന്താ പറയാ, അടിച്ച് സെഞ്ചുറി കൊളാക്കിയാ അവിടെ നല്ലുണ്ടാക്കാൻ ബട്ട്ലർ കെട്ടിപ്പിടിച്ച് പുറത്തറിയാൻ പറ്റൂല. ഒരുത്തൻ അവിടെ നിന്ന് 97 എത്തി നിൽക്കുമ്പോ പെട്ടെന്ന് കളി കഴിച്ചു ഒന്നാം സ്ഥാനത്ത് അടിച്ചു പരത്തിയില്ലേ. അതിന് മുമ്പോ അതിന് മുമ്പ് സ്റ്റാർക്കിന് 5 4 ഞങ്ങൾ അതിപ്പോ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. കളിന്നിരുന്നല്ലോ ആ കളിയിലും. പിന്നെ ഇതിലിപ്പോ ഒരു വിക്കറ്റ് കിട്ടാതെ ഒരു 10 എപ്പോഴൊന്ന് ഫോമായി അത്ര തന്നെ ഉള്ളൂ. സ്റ്റാർക്കൊക്കെ ആരാന്ന് എല്ലാവർക്കും അറിയാം. ഇത് ബട്ട്ലറെ കൊണ്ട് ഓടുന്ന ഒരു വണ്ടി. ആ രാജസ്ഥാൻ ടീമിന് പറ്റിയ വലിയ അബദ്ധമാണ് ജൂജൂറലിനെ നിർത്തിക്കാണ്ട് അല്ലെങ്കിൽ ഹെറ്റ്മേറെ നിർത്തിക്കാണ്ട് ബട്ട്ലർ പറഞ്ഞയച്ചത്. അതുകൊണ്ട് നിങ്ങൾ കേച്ചിലായി പോണെന്നല്ലാതെ ഇതിൽ ഒന്നുമില്ല. ജസ്റ്റ് ജയിച്ച് ആ സെഞ്ചുറി പിന്നത്തെ അത് ശരി. 20ാമത്തെ ഓവറിൽ 2 ബോൾ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കാര്യം കഴിച്ചില്ലേ കൊണ്ടിട്ടോ. അത് 200 എടുത്തിട്ട് നിങ്ങളെ. അപ്പൊ ഞങ്ങൾ അത്ര എടുക്കേണ്ടപ്പോ ഞങ്ങൾ 15ാമത്തെ ഓവറിൽ നിങ്ങൾക്കൊരു നാണക്കേടല്ലേ? മനുഷ്യനെ സെഞ്ചുറിയും കൂടി അടിച്ചാൻ അയക്കാതെ ഭയങ്കര മോശമായി പോയി. അങ്ങനൊന്നുമില്ല, ജയിച്ചു കണ്ടും കാര്യമില്ല. അത് ഭയങ്കര മോശമായി. ഒരു മോശത്തരമില്ല. ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ്. ഇനി ഒരാളും ഞങ്ങളെല്ലാം ഇല്ല.